എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 93 കള്ളുണ്ണാമൈ മദ്യവർജനം എന്നതിലെ 6ാമത്തെ കുറിലുകൾ തൊട്ട് നോക്കാം. തുഞ്ചിനാർ ചെത്താരിൻ വേറല്ലർ എഞ്ഞാൻറ്റും നഞ്ചുൺപാർ കള്ളുൺപവർ. തുഞ്ചിനാർ ചെത്താരിൻ വേറല്ലർ എഞ്ഞാൻറ്റും നഞ്ചുൺപാർ കള്ളുൺപവർ. ചത്തവർക്കൊപ്പം ഉറങ്ങുവോർ വിഷമുണ്ടോർക്കൊപ്പമേ മദ്യപന്മാരും. ചത്തവർക്കൊപ്പം ഉറങ്ങുവോർ വിഷമുണ്ടോർക്കൊപ്പമേ മദ്യപന്മാരും. തുഞ്ചിനാർ ഉറങ്ങിക്കിടക്കുന്നവർ, ചെത്താരിൻ ചത്തവരിൽ നിന്ന്, വേറല്ലർ വ്യത്യസ്തരല്ല, കള്ളുൺപവർ മദ്യപർ, എഞ്ഞാൻറ്റും ഏതു കാലത്തും, നഞ്ചുൺപവർ വിഷം കഴിച്ചവർ തന്നെ. ഗാഠമായ നിദ്രയിൽ ആണ്ടുകിടക്കുന്നവർക്കും മരിച്ചവർക്കും തമ്മിൽ ശ്വാസത്തിൻ്റെ കാര്യമൊഴിച്ചാൽ വേറെ യാതൊരു വ്യത്യാസവുമില്ല. ഇരുകൂട്ടർക്കും ഒന്നിനെക്കുറിച്ചുമുള്ള ഒരു ബോധം ഇല്ല. അതുപോലെ തന്നെയാണ് മദ്യം കഴിച്ചവരും വിഷം കഴിച്ചവരും തമ്മിലുള്ള ഒരു തുല്യാവസ്ഥ. രണ്ടും ഒരുപോലെ തന്നെ. മദ്യം കഴിച്ചവരും വിഷം കഴിച്ചവരും ഒരുപോലെയാണ്. അതെങ്ങനെ? ഗാഠമായ ഒരു നിദ്രയിൽ ആണ്ടുകിടക്കുന്ന ഒരാളും അതേപോലെ മരിച്ച ഒരാളും തമ്മിൽ ഈ ശ്വാസത്തിൻ്റെ ഒരു കാര്യം ഒഴിച്ചാൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടു കൂട്ടർക്കും ഒരു ഓർമ്മയില്ല, ബോധം ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത് മദ്യം കഴിച്ചവരും വിഷം കഴിച്ചവരും തമ്മിലുള്ള തുല്യാവസ്ഥ. ഉള്ളൊറ്റി ഉള്ളൂർ നഗപ്പെടുവർ എഞ്ഞാൻറ്റും കള്ളൊറ്റി കഞ്ചായ് പവർ. ഉള്ളൊറ്റി ഉള്ളൂർ നഗപ്പെടുവർ എഞ്ഞാൻറ്റും കള്ളൊറ്റി കഞ്ചായ് പവർ. ഉള്ളറിയെ നാട്ടുകാർ പുച്ഛിക്കുമേ രഹസ്യ കള്ളുണ്ടു കൺകുഴയുവോരെ. ഉള്ളറിയെ നാട്ടുകാർ പുച്ഛിക്കുമേ രഹസ്യ കള്ളുണ്ടു കൺകുഴയുവോരെ. കള്ളൊറ്റി മറ്റാരും അറിയുന്നില്ല എന്ന് കരുതി രഹസ്യമായി മദ്യം കഴിച്ച്, കഞ്ചായ് പവർ അതിൻ്റെ മയക്കത്തിൽ അറിവ് തെറ്റുന്നവർ. അതായത് ഈ മദ്യപാനത്തിൻ്റെ മയക്കത്തിൽ അറിവ് തെറ്റുന്നവർ. ഉള്ളൂർ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ജനങ്ങളാൽ. ഉള്ളൊറ്റി രഹസ്യമായി നടക്കുന്ന ആ സംഭവം അറിയാറായി. എഞ്ഞാൻറ്റും പിന്നീട് എക്കാലത്തും, നഗപ്പെടുവാർ പരിഹസിക്കപ്പെടുന്നവരായി തീരും. പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയുകയും ആരും അറിയുന്നില്ല എന്നൊരു വിശ്വാസത്തിൽ രഹസ്യമായി മദ്യപിച്ച് സ്വയം വഞ്ചിക്കുകയും ചെയ്യുന്നവരെ, അങ്ങനെ കണ്ണും കരുത്തും കുഴയുന്നവരെ എന്നെങ്കിലും ആരെങ്കിലും കണ്ട് മനസ്സിലാക്കും. പിന്നെ ആ അറിവ് അവരെ പരസ്യമാക്കും. നാട്ടുകാരെല്ലാം അത്തരക്കാരെ പരിഹസിക്കുകയും ചെയ്യും. ചില ആൾക്കാരെ രഹസ്യമായിട്ടാണ് കള്ളു കുടിക്കുക, മദ്യം ഉപയോഗിക്കുക. പരസ്യമായിട്ട് അവർ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നല്ല ആൾക്കാരായിട്ട് അഭിനയിക്കും. എന്നിട്ട് ആരും കാണാതെ മദ്യപിച്ച് സ്വയം വഞ്ചിക്കുകയാണ് അവർ ചെയ്യണം. അങ്ങനെ ഉള്ള ആൾക്കാരെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ട് അവർ മദ്യപിക്കുന്നു എന്ന് മനസ്സിലാക്കും. പിന്നെ അവർ ആ അറിവ് പരസ്യമാക്കും. അപ്പോൾ അതോടെ എല്ലാവരും ഈ മദ്യപനെ പരിഹസിക്കുകയും ചെയ്യും. കളിത്തറിയേൻ എൻപതു കൈവിടുക നെഞ്ചത്തൊളിത്തതും ആങ്കേ മികും. കളിത്തറിയേൻ എൻപതു കൈവിടുക നെഞ്ചത്തൊളിത്തതും ആങ്കേ മികും. കള്ളറിയുകില്ലെന്ന ചൊല്ലൊഴിക നെഞ്ചിലെ കള്ളി കള്ളുൺകെ വെളിവാകും. കള്ളറിയുകില്ലെന്ന ചൊല്ലൊഴിക നെഞ്ചിലെ കള്ളി കള്ളുൺകെ വെളിവാകും. കളിത്തറിയേൻ എൻപതോ എന്നിട്ട് രഹസ്യമായിട്ട് മദ്യം കഴിച്ച് ഞാൻ മദ്യം തൊട്ടിട്ടില്ല എന്ന് പ്രസംഗിക്കുന്നത്. കൈവിടുക വിട്ടയക്കുക. നെഞ്ചത്തൊളിത്തതും എന്ന് പറഞ്ഞാൽ അന്യർ അറിയാനിടയാവുന്നത് മോശമാണല്ലോ എന്ന് കരുതി മനസ്സിനുള്ളിൽ ഒളിച്ച സ്വന്തം കുറ്റം. ആങ്കേ മികും അപ്പോൾ ഇരട്ടി മികവോടെ വെളിപ്പെട്ടു പോകും. രഹസ്യമായിട്ട് മദ്യപാനം നടത്തുന്നവർ പരസ്യമായി ആദർശം പ്രസംഗിക്കാതിരിക്കുന്നതാണ് ഭംഗി. ധാർമ്മികമായി അവർക്ക് അതിനുള്ള അവകാശമില്ല. മാത്രമല്ല തെറ്റു ചെയ്യുകയും അതിനെതിരെ അന്യർക്കു മുമ്പിൽ ആദർശം പ്രസംഗിക്കുകയും ചെയ്യുന്ന ആത്മവഞ്ചന കുറ്റബോധമായിട്ട് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കുറെ കഴിഞ്ഞ് അതെല്ലാം മറന്ന് വീണ്ടും കള്ളുകുടിക്കുമ്പോൾ ആ കുറ്റബോധം പൂർവാധികം ശക്തിയായി പുറത്തേക്ക് വരും. കുടിച്ച മദ്യം തന്നെ അവരുടെ ആദർശ പ്രസംഗത്തിനെതിരായി സാക്ഷി പറയുകയും ചെയ്യും. ഇതിൽ പറയണത് രഹസ്യമായിട്ട്
ചില ആൾക്കാർ മദ്യപാനം നടത്തും. പക്ഷെ അവർ പരസ്യമായിട്ട് ഈ മദ്യപാനത്തിനെതിരായിട്ടൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അവർക്ക് അതിനുള്ള ധാർമ്മികമായിട്ടുള്ളൊരു അവകാശമില്ല. പിന്നെ അവർ തെറ്റ് ചെയ്യുകയും അതിനെതിരെ അന്യരോടൊക്കെ ആദർശം പ്രസംഗിക്കുകയും ചെയ്യുന്ന ആത്മവഞ്ചന അത് അവർക്ക് ഒരു കുറ്റബോധമായിട്ട് അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കുറ്റബോധം കുറേ കഴിഞ്ഞവർ ഇതെല്ലാം മറന്ന് വീണ്ടും കള്ളു കുടിക്കുമ്പോൾ ആ കുറ്റബോധം പൂർവാധികം ശക്തിയോടെ പുറത്തേക്ക് വരും. ഇവർ കുടിച്ച കള്ള് തന്നെ അവരുടെ ആദർശ പ്രസംഗത്തിനെതിരായിട്ട് തന്നെ സാക്ഷി പറയും എന്നാണ് പറയുന്നത്. അവരുടെ വായിൽ നിന്ന് തന്നെ ഇതെല്ലാം പുറത്തേക്ക് വരും. ഈ കള്ള് കാരണം ഇതെല്ലാം എല്ലാവരും അറിയുകയും ചെയ്യും. കളിത്താനൈ കാരണം കാട്ടുതൽ കീഴ്നീർ കുളിത്താനൈ തീത്തുരിയറ്റു. കളിത്താനൈ കാരണം കാട്ടുതൽ കീഴ്നീർ കുളിത്താനൈ തീത്തുരിയറ്റു. മദ്യപനു ബോധനം വെള്ളത്തിൽ താണോനെ ചിത്രദീപം നീട്ടിത്തേടൽ. മദ്യപന് ബോധനം വെള്ളത്തിൽ താണോനെ ചിത്രദീപം നീട്ടിത്തേടൽ. കളിത്താനെ എന്ന് പറഞ്ഞാൽ കള്ള് കഴിച്ചിട്ട് മതിമയങ്ങിയ ഒരാളെ, കാരണം കാട്ടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷവശങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ തന്നെ ഒരാൾ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത്. കീഴ്നീർ കുളിത്താനൈ എന്ന് പറഞ്ഞാൽ നീന്താനറിയാതെ വെള്ളത്തിൽ താണുപോയ ഒരാളെ വിളക്ക് കത്തിച്ച് തുരിയറ്റു മറ്റൊരുവൻ ആ വിളക്കുമായി മുങ്ങി അന്വേഷിക്കുന്നത് പോലെ ആ വിളക്കിനെ പോലെ ഉപദേശവും അപ്പോൾ തന്നെ കെട്ടുപോകുന്നതാണ് ഇതിൻ്റെ അർത്ഥം. നീന്താനറിയാതെ ഒരാൾ കുളത്തിൽ താണുപോയാൽ വിളക്കുമായി മറ്റൊരുവൻ മുങ്ങി അവനെ അന്വേഷിക്കുക. അതുപോലെ തന്നെ പരിഹാസ്യമാണ് മദ്യത്തിൽ മുങ്ങി സ്വബോധം പോയ ഒരുവൻ്റെ ഇരുട്ടിൽ ഉപദേശവുമായി ഇറങ്ങുന്നതും. വിളക്ക് വെള്ളത്തിനുള്ളിൽ പ്രവേശിക്കാത്തതുപോലെ സതുപദേശത്തിൻ്റെ പ്രകാശവും ഈ മദ്യപൻ്റെ ബോധത്തിൽ അഥവാ ബോധശൂന്യതയിൽ കടന്നു ചെല്ലുന്നില്ല. ശ്രമിക്കുന്നവൻ വിഡ്ഢിയാവുക മാത്രമാണ് ലാഭം. അപ്പോൾ ഈ നീന്താനറിയാത്ത ഒരാൾ കുളത്തിൽ വീണ് താണുപോയാൽ ഒരാൾ വിളക്കും കത്തിച്ച് ആ ഇരുട്ടത്ത് വിളക്കും കത്തിച്ച് മുങ്ങി അവനെ അന്വേഷിക്കുക, അത് എത്രത്തോളം വിഡ്ഢിത്താണ്. അതുപോലെ തന്നെയാണ് പരിഹാസ്യമാണ് ഒരാൾ മദ്യപിച്ച് ബോധം പോയിട്ടുള്ള അവസരത്തിൽ അയാളെ ഉപദേശത്തിനായിട്ട് ഇറങ്ങുന്നത്. വിളക്ക് വെള്ളത്തിനുള്ളിൽ കത്തില്ലല്ലോ, അതേപോലെ തന്നെ ഈ സതുപദേശത്തിൻ്റെ പ്രകാശവും മദ്യപൻ്റെ ബോധത്തിൽ കടന്നു ചെല്ലുന്നില്ല. ശ്രമിക്കുന്നവൻ പരിഹാസ്യനാവുകയാണ് ചെയ്യുക. അതുമാത്രമാണ് അതിൻ്റെ ഫലം. കള്ളുണ്ണ പോഴ്തിൽ കളിത്താനൈ കാണുങ്കാൽ ഉള്ളാൻകൊൽ ഉണ്ടതൻ ചോർവു. കള്ളുണ്ണ പോഴ്തിൽ കളിത്താനൈ കാണുങ്കാൽ ഉള്ളാൻകൊൽ ഉണ്ടതൻ ചോർവു. കള്ളുണ്ണാവേളയിൽ ഉണ്ടോൻ്റെ ഗതി കണ്ടും കാൺമീല വൈകൃതം കുടിയൻ. കള്ളുണ്ണാവേളയിൽ ഉണ്ടോൻ്റെ ഗതി കണ്ടും കാൺമീല വൈകൃതം കുടിയൻ. കള്ളുണ്ണാ പോഴ്തിൽ എന്ന് പറഞ്ഞാൽ താൻ മദ്യപിക്കാതെ സ്വബോധത്തോടെ ഇരിക്കുന്ന ഒരവസരത്തിൽ കളിത്താനൈ മദ്യപിച്ച് ബോധമില്ലാതെ വിക്രിയകളൊക്കെ കാട്ടുന്ന അന്യനൊരുത്തനെ, അതായത് അവൻ്റെ പരിഹാസ്യമായിട്ടുള്ള ഒരവസ്ഥയിൽ കാണുങ്കാൽ കാണുമ്പോഴെങ്കിലും ഉണ്ടതൻ ചോർവു മദ്യപിച്ച് വശം കെട്ടപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള വൈകല്യങ്ങൾ ഉള്ളാൻകൊൽ ചിന്തിക്കാൻ മെനക്കെടുന്നില്ല. മദ്യത്തിനടിമയായ ഒരാൾ അവൻ്റെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടുമെല്ലാം താൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഹീനതകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. ആ സമയത്ത് അറിയില്ല. എന്നാൽ അവൻ തന്നെ മദ്യപിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ ബുദ്ധിക്ക് നല്ല വെളിച്ചമുള്ളപ്പോൾ മറ്റൊരു മദ്യപൻ്റെ അപഹാസ്യമായ ചേഷ്ടകൾ നിരീക്ഷിച്ച് എല്ലാം ബോധ്യപ്പെട്ടാലും താനും ഇങ്ങനെയൊക്കെ ആയിരുന്നുവല്ലോ എന്നോർത്ത് പിന്മാറേണ്ടതാണ്. പക്ഷെ അതൊരിക്കലും ഉണ്ടാവാറില്ല എന്നാണ് സത്യം. ഇതിൽ പറയുന്നത് ഒരാളിപ്പോൾ മദ്യത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം
അയാൾ ഉണ്ടാക്കി വെക്കുന്ന കഷ്ടപ്പാടുകൾ, അയാളുടെ ആ ഒരു പരിഹാസ്യമായിട്ടുള്ള ചെയ്തികൾ എന്തൊക്കെയാണെന്ന് അയാൾക്ക് അറിയില്ല ആ സമയത്ത്. എന്നാൽ അയാൾ ബോധമുള്ള ഇരിക്കുന്ന മദ്യപിക്കാത്ത സമയത്ത് വേറൊരാൾ, അന്യനൊരാൾ മദ്യപിച്ച് അപഹാസ്യമായിട്ടുള്ള ചേഷ്ടകൾ കാണിച്ച് അത് സ്വയം ബോധ്യപ്പെട്ടാലെങ്കിലും താനും മദ്യപിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്നോർത്ത് ഈ മദ്യപാനത്തിൽ നിന്ന് പിന്മാറേണ്ടതാണ്. പക്ഷേ അതൊരിക്കലും സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു. നാളെ അധികാരം 94 ചൂത് നമുക്ക് നാളെ കാണാം. നന്ദി.